ഹലോ, വെൽക്കം ബാക്കിൽ ബോക്സ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് എവിടേക്കോ കാര്യമായിട്ടുള്ള ബോക്കാണെന്ന്. ഞാൻ നാട്ടിൽ വരെ ഒന്ന് പോവാണ്. വീട്ടിലൊന്നും പറഞ്ഞിട്ടില്ല, സർപ്രൈസാണ്. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോസും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ. അങ്ങനെ എയർപോർട്ടിലെത്തിയിട്ടോ, നല്ല തിരക്കിയിരുന്നു. ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഗേറ്റിൻ്റെ അവിടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ടെർമിനൽ 1 അതിനെ കൊണ്ട് ഒരുപാട് നടക്കാനുണ്ടായിരുന്നു കേട്ടോ. കുറേ നടക്കാണ്ട്. മെട്രോ ഒക്കെ കയറിയിട്ട് വേണം നമ്മൾ ഗേറ്റിൻ്റെ അവിടെ എത്താൻ. എന്നിട്ട് ഞാൻ അങ്ങനെ അവിടെ എത്തിയതിൻ്റെ ശേഷം ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കൗണ്ടർ ഓപ്പൺ ചെയ്തത്. കൗണ്ടർ ഓപ്പൺ ചെയ്തപ്പോൾ ലഗേജ് ഹാൻഡ് ക്യാരി തൂക്കിയപ്പോൾ നല്ല കൂടുതലുണ്ടായിരുന്നു, 2 kg കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ നിന്ന് 2 സാധനം എടുത്ത് റിമൂവ് ചെയ്ത് പിന്നെയാണ് അവരെന്നെ കയറ്റിയത്. അങ്ങനെ ഞാൻ ഫ്ലൈറ്റ് കയറി. അപ്പോൾ നമ്മളെ ചെക്കിങ്ങും എല്ലാം കഴിഞ്ഞ് നമ്മൾ ഫ്ലൈറ്റ് കയറിയിട്ടുണ്ട്. ഇനി അടുത്ത വിശേഷം എന്ന് പറയുന്നത് നാട്ടിലെത്തിയിട്ടിരിക്കും. ഒന്നാമത്തെ ഞാൻ വീട്ടിലാരോടും പറഞ്ഞിട്ടില്ല, സർപ്രൈസാണ്. അപ്പോൾ എല്ലാം ഞാൻ കാണിച്ചു തരാം. ഓക്കെ. രാത്രിക്കത്തെ ഫ്ലൈറ്റ് ആയിരുന്നു കേട്ടോ, പുലർച്ചെയുള്ള ഫ്ലൈറ്റ് ആയിരുന്നു. അപ്പോൾ ഫുഡൊക്കെ ഉണ്ടായിരുന്നു. ഫുഡൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നൂഡിൽസും കോഫിയും ആയിരുന്നു കേട്ടോ. രാവിലെ ആയതുകൊണ്ട് പിന്നെ എനിക്ക് കോഫി മസ്റ്റ് ആയതുകൊണ്ട് ഞാൻ കോഫി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരം വെളുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു ഔട്ട് വ്യൂ കാണാൻ വേണ്ടിയിട്ട്, നല്ല രസം. പിന്നെ ലാൻഡിങ് ടൈം ആകുമ്പോൾ നമ്മൾ പച്ചപ്പും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും. അങ്ങനെ എല്ലാ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങുകയാണ്. ലഗേജൊക്കെ കെട്ടി പുറത്തിറങ്ങുകയാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ടാണ് കൊണ്ടുവരാൻ വന്നിരുന്നത്. അങ്ങനെ അവളെ കണ്ടൊരു കെട്ടിപ്പിടുത്തവും വക്കലൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. കുറച്ച് ഒരു 3/4 മണിക്കൂറോളം പോരാനുണ്ട് കേട്ടോ വീട്ടിലേക്ക്, എയർപോർട്ടിൽ നിന്ന്. അങ്ങനെ വീട്ടിലെത്തി. വീട്ടിലാരോടും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അവരെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ എങ്ങനെ ആയിരിക്കും എന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ആദ്യം തന്നെ ഉപ്പാൻ്റെ അടുത്തേക്കാണ് ചെന്നത്. ഇപ്പം ആകെ ഷോക്കായി നിൽക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ എങ്ങനെ എന്താണെന്നൊന്നും അറിയാണ്ട് പിന്നെ ഉമ്മാനെ കണ്ടു. അങ്ങനെയൊക്കെ എല്ലാവരും കണ്ടു. എല്ലാവർക്കും ഭയങ്കര സന്തോഷം. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ പെട്ടെന്ന് ഇപ്പോൾ ഈ വരവ് വരുമെന്ന്. പിന്നെ ഞാൻ പോയതിൻ്റെ പിള്ളേരുടെ അടുത്തേക്കാണ്. അവരറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ആരും അറിഞ്ഞിട്ടില്ലല്ലോ, അവരും അറിഞ്ഞിട്ടില്ല. അങ്ങനെ അവരെ ഒന്ന് നെട്ടിപ്പിക്കാമെന്ന് വെച്ചിട്ട് പോയതാണ്. അവിടുത്തെ ടീച്ചേഴ്സ് ആണെങ്കിൽ ഫുൾ സപ്പോർട്ട് ഇട്ടാൽ നമുക്ക് വേണ്ടിയിട്ട് വീഡിയോ എടുത്തു തരാണ്. എല്ലാത്തിനും ഫുൾ സപ്പോർട്ടായിരുന്നു. ഞാൻ അവിടെ എത്തി. അവരെന്നെ കണ്ടിട്ടുള്ളൊരു എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു നിങ്ങൾക്കിത് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തായിരുന്നു എക്സ്പ്രഷൻ എന്നുള്ളത്. കുറേ കാലത്തിന് ശേഷം വരുന്നതല്ലേ. ഒരുപാട് സന്തോഷവും ഭയങ്കര സങ്കടവും ഒരുപാട് ഒരു പ്രത്യേക ഒരു ഇതായിരുന്നു അപ്പം ഉണ്ടായിരുന്നത് കേട്ടോ.